എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിത്തൗട്ട് എൻഡ് ബൈ അലിസ്റ്റർ മെക്ലീൻ, ചാപ്റ്റർ 9, വെനസ്ഡേ 9 PM to തേഴ്സ്ഡേ 4 PM. അർദ്ധരാത്രിയോടെ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും ടീമും എത്തും എന്നുള്ള പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടുള്ള ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ വാക്കുകൾ പെട്രോളിൽ ഷുഗർ മിക്സ് ചെയ്തിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞ് ഡോക്ടറും ജാക്സ്ട്രോയും അമ്പരന്ന് കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കി നിന്നു. പിന്നീട് ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നിട്ട്? അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, നമ്മുടെ ഡ്രൈവർ കം മെക്കാനിക് എൻജിനെല്ലാം അഴിച്ച് അതിൻ്റെ പിസ്റ്റണും സിലിണ്ടറും അത്തരം മറ്റു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എല്ലാം കരി കയറി, ഈ ഷുഗർ കത്തി കരിയാണ് അകത്ത് മുഴുവൻ, അത് മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പെട്രോള് പ്യൂരിഫൈ ചെയ്യാൻ ഞങ്ങൾ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ചോദിച്ചു, അതെന്താ? പെട്രോൾ ഞങ്ങളൊരു മെറ്റൽ ഡ്രമ്മിലെടുത്ത് ചൂടാക്കുന്നു. ചൂടാക്കി അതിൽ നിന്ന് വരുന്ന വേപ്പർ ഒരു ഐസ് പാക്ക് ചെയ്തിരിക്കുന്ന മെറ്റൽ ട്യൂബ് വഴി കടത്തിവിട്ട് കണ്ടൻസ് ചെയ്യിച്ച് വീണ്ടും പെട്രോളാക്കി മാറ്റുന്നു. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഡോക്ടർ? ഡോക്ടർ ആലോചിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കും ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിനി സ്റ്റാർട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷ വേണ്ട, ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടറും ടീമും വീണ്ടും യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. ഡോക്ടർ അന്ന് അവിടെ ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ക്യാപ്റ്റൻ്റെ ടീം എത്തുന്നത് വരെ അവിടെ ഹോൾട്ട് ചെയ്യണമെന്ന് കരുതിയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഹോൾട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനി എത്രയും പെട്ടെന്ന് ബേസ് ക്യാമ്പിലേക്ക് പോവുക. കാരണം മിസ് മേരി ലിഗാർഡ് അതുപോലെ മിസ്റ്റർ മാളർ, ഈ 2 പേര് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് അവിടെ എത്തി അവർക്ക് വേണ്ട ചികിത്സ കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യം അപകടത്തിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 9 മണിക്ക് അവർ യാത്ര ആരംഭിച്ചു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഡോക്ടറുടെ മനസ്സിൽ പല ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം അദ്ദേഹം കാണിച്ച ഒരു മണ്ടത്തരം തന്നെയായിരുന്നു. അതായത് മൺഡേ റെസ്ക്യൂ ഓപ്പറേഷന് ശേഷം ക്യാബിനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാഷ്വലായി പറഞ്ഞു, ഫീൽഡ് ടീമിൻ്റെ കയ്യിൽ പെട്രോൾ ഷോർട്ടേജാണ്. അതുകൊണ്ട് അവർക്കിനി എവിടേക്കെങ്കിലും ദൂരയാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാബിനിൽ വന്ന് പെട്രോൾ എടുത്തേ പറ്റൂ. അതാണ് ഇപ്പോൾ അബദ്ധമായത്. ഡോക്ടർ ആലോചിക്കുകയാണ്, അപ്പം ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും ഈ കുറ്റവാളികൾ വളരെ പ്ലാനിങ്ങോടെ ചെയ്ത് അവർക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 ദിവസമായിട്ടും കുറ്റവാളികളെക്കുറിച്ചൊരു യാതൊരു സൂചനയും ഡോക്ടർക്ക് കിട്ടിയിട്ടില്ല. സംശയങ്ങൾ മാത്രം. അതിപ്പോൾ 4 പേരിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. കൊഴാസിനി, റവറൻഡ് സ്മോൾവുഡ്, സാഗറോ ആൻഡ് സോളി ലെവിൻ. ഇതിൽ സ്വല്പം സംശയം കൂടുതലുള്ളത് സോളി ലെവിനെയും അതുപോലെ സാഗറോയെയുമാണ്. കാരണം 2 കാര്യങ്ങൾ, മാർഗരറ്റ് റോസ് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, വിമാനത്തിൽ വെച്ച് ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ജാഗറോ ആയിരുന്നു. റേഡിയോ സെറ്റ് ക്യാബിനിൽ വെച്ച് തകർക്കപ്പെടുന്ന സമയത്ത്, അതായത് മാർഗരറ്റ് റോസിൻ്റെ ശരീരത്തിൽ തട്ടി അത് വീഴാൻ പാകത്തിന് ആരോ അവിടെ നീക്കി വച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അത് സമയത്ത് അത് സേവ് ചെയ്യാൻ ശ്രമിച്ച കൊഴാസിനെ കൂടാതെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി സോളി ലെവിനാണ്. സോ അത് ആ രീതിയിലാക്കി വെച്ചത് സോളി ലെവിൻ ആയിരുന്നിരിക്കാം. ഈ 2 സംശയങ്ങൾ ഡോക്ടറുടെ മനസ്സിലുണ്ട്. കൂട്ടത്തിൽ കൊറാസിനെയും സംശയിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അയാൾ വലിയ ട്രാക്ടർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ട്രാക്ടർ റിപ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള വൈഭവങ്ങളൊന്നും കണ്ടില്ല. ഒരു സാധാരണ ആൾ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ അവിടെ ചെയ്തോളൂ. പക്ഷേ ഈ ഇവരുടെ കയ്യിലുള്ള ട്രാക്ടറിനേക്കാൾ ഏകദേശം 1/4 നൂറ്റാണ്ട്
മോഡേണാണ് അവരുടെ കമ്പനിയുടെ പ്രോഡക്ട്സ്, അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സംശയിക്കാൻ പറ്റില്ല. എന്നാലും മാത്രമല്ല, ഇവരെല്ലാവരും ഈ പെട്രോളിൽ ഷുഗർ മിക്സ് ചെയ്യുന്ന ഒരു അവസരം ഇവർക്കെല്ലാം വന്നിട്ടുണ്ട്. കാരണം അവർ എല്ലാവരും ആ ട്രാക്ടർ ട്യൂസ്ഡേ പണിയെടുക്കുന്ന സമയത്ത്, ട്യൂസ്ഡേ അല്ല, മൺഡേ പകൽ പണിയെടുക്കുന്ന സമയത്ത് എല്ലാവരും ഈ പെട്രോൾ ക്യാനുകളുടെ അടുത്ത് പോയിട്ടുണ്ട്. അതുപോലെ കാരണം അത് കൊറാസിനിയുടെ ഐഡിയ ആണ്, ഫുൾ ടണലിൽ വെച്ച് ട്രാക്ടറിൻ്റെ ഭാഗങ്ങൾ അസംബിൾ ചെയ്യാം. അതുകൊണ്ട് പണി വേഗം കഴിഞ്ഞു, കാരണം പുറത്തുള്ള അത്ര തണുപ്പാകത്തില്ല. പക്ഷേ അതോടൊപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴാണ് ഡോക്ടർ ആലോചിക്കുന്നത്. പുലർച്ചെ ഏകദേശം 3 മണിയോടെ അവരൊരു ചെങ്കുത്തായ മഞ്ഞുമലയുടെ മുകളിലെത്തി. അവിടെ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് വേണം അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ. അതല്ലെങ്കിൽ ആ മല ചുറ്റി വളഞ്ഞു പോകണം. അത് മിനിമം ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കും അത്രയും വളഞ്ഞ് യാത്ര ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് അല്പം റിസ്ക് എടുത്താണെങ്കിലും അത് മല കയറി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ജാക്ക് സ്ട്രോ ആയിരുന്ന ആ സമയത്ത് ഡ്രൈവിംഗ് വളരെ ലോ ഗിയറിൽ വളരെ മെല്ലെ ട്രാക്ടർ ജാക്ക് സ്ട്രോ താഴേക്ക് കൊണ്ടുപോയി. ഈ കുത്തനെയുള്ള ഇറക്കം കൂടി വരുന്നതിനനുസരിച്ച് ട്രാക്ടറിൻ്റെ കാറ്റർപില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ള വീല് ആണ് കാറ്റർപില്ലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്ലിപ്പാവാൻ തുടങ്ങി. അങ്ങനെ ജാക്ക് സ്ട്രോയും ഡോക്ടറും കൂടി ആലോചിച്ച് ട്രാക്ടറിൻ്റെ മെയിൻ ക്യാബിനിൽ വെയിറ്റ് കൂട്ടണം, എന്നാലേ കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുള്ളൂ. അതിനായിട്ട് സിലിണ്ടറിലുണ്ടായിരുന്ന ലഗേജുകളും പിന്നെ പെട്രോളിൻ്റെ ക്യാനുകളും എല്ലാം അവർ ക്യാബിനിലേക്ക് മാറ്റി. അതോടെ ക്യാബിനിലെ സ്ഥലം വല്ലാതെ കുറഞ്ഞു. എന്നാലും ആ ഇറക്കം ഇറങ്ങാൻ അതവർക്ക് വളരെ സഹായകമായി. വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തതോടെ ഈ ട്രാക്ടറിൻ്റെ സ്ലിപ്പിംഗ് കുറഞ്ഞു. 7 മണിയോടെ അവർ ആ ചെങ്കുത്തായ ഇറക്കത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കഴിഞ്ഞു. അവിടെ അവർ ഹോൾട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ്. ആ സമയത്ത് ഡോക്ടർ മിസ്റ്റർ മാവലറേയും മിസ് മേരി ലിഗാർഡിനെയും ഒക്കെ ഒന്ന് പരിശോധിച്ചു. രണ്ടുപേരും കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അസഹനീയമായ തണുപ്പും ഭക്ഷണമില്ലായ്മയും അവരെ തളർത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും തളർച്ചയുണ്ടെങ്കിലും ഇവരുടെ പ്രായവും പിന്നെ മാവലറുടെ അസുഖവും എല്ലാം കാരണം അവർക്ക് തളർച്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നീട് അവർ ചില മാറ്റങ്ങൾ യാത്രയിൽ വരുത്തി. കാരണം ഇനി അങ്ങോട്ടുള്ള ഭാഗം വളരെ ചെങ്കുത്തായൊരു ഇറക്കമാണെന്ന് മാത്രമല്ല, അവിടെ വഴി വളരെ വീതി കുറവാണ്. ഒരു സൈഡിൽ നല്ല പൊക്കത്തിലൊരു മലയും മറ്റേ സൈഡിൽ ഒരു അഗാധ ഗർത്തവും. ഇതിനിടയിലുള്ള ഒരു ചെറിയ ട്രാക്കിൽ കൂടെ വേണം വാഹനം കൊണ്ടുപോകുന്നതിന്. അപ്പോൾ അതിനായിട്ട് ചില പ്രിക്കോഷൻസ് അവർ ചെയ്തു. ക്യാബിനിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ മുഴുവൻ പുറത്തിറക്കി ആ ഒരു ഭാഗം കഴിയുന്നവരെ അവർ നടന്നു പോകാൻ തീരുമാനിച്ചു. പാസഞ്ചേഴ്സ്, ഡ്രൈവർ ഒഴിച്ച് വേറെ ആരും ട്രാക്ടറിലുണ്ടാവില്ല. ഡോഗ് സ്ലെഡ്ജ് ട്രാക്ടറിൽ നിന്ന് വേർപെടുത്തി അതിൽ ഡോഗ്സിനെ കെട്ടി നമ്മുടെ മാവലറേയും മേരി ലിഗാർഡിനെയും അതിൽ കിടത്തി ഒരുപാട് തുണിയൊക്കെ ഇട്ട് പുതപ്പിച്ച് അതിൽ കിടത്തി തണുപ്പ് കഴിയുന്നത് ഒഴിവാക്കാവുന്ന രീതിയിലൊക്കെ ചെയ്തു. അങ്ങനെ പിന്നീട് ആ ഭാഗത്ത്, കാരണം ഇത് ഇത്രയും ചെയ്യാൻ കാരണം എന്തെങ്കിലും കാരണവശാൽ ട്രാക്ടർ ഒന്ന് സ്ലിപ്പായി ഈ ഗർത്തത്തിലേക്ക് വീഴുകയാണെങ്കിൽ ഈ ക്യാബിൻ്റെ അകത്തുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് പിന്നെ തീരെ ഇല്ല. അതുകൊണ്ടാണ് അവരാരും, കാരണം ഡ്രൈവർ ക്യാബിൻ ഓപ്പണാണ്, അതിൽ ഉള്ളവർക്ക് എങ്ങനെയും ചാടിയൊക്കെ രക്ഷപ്പെടാം ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലേ പോയി. പക്ഷേ ക്യാബിൻ്റെ അകത്തുള്ളവർക്ക് ചാടാൻ വഴിയില്ലല്ലോ, ക്ലോസിലല്ലേ. അങ്ങനെ അവരെല്ലാം നടന്നു. മിസ് മേരി ലിഗാർഡും മാവലറും ഡോഗ് സ്ലെഡ്ജിൽ, ഡോക്ടർ വളരെ സൂക്ഷിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ കൊറാസിനി ഓടി അടുത്ത് വന്ന് ഡോക്ടറോടെന്തോ സംസാരിക്കുന്നുണ്ട്. ട്രാക്ടറുടെ എഞ്ചിൻ്റെ ശബ്ദത്തിലൊന്നും ക്ലിയർ ആവുന്നില്ല. ഡോക്ടർ എന്തായാലും വാഹനം നിർത്തിയപ്പോൾ കൊറാസിനി പറഞ്ഞതാണ്, നമ്മുടെ ആ ജർമ്മൻ പെൺകുട്ടി ആ ഗർത്തത്തിലേക്ക് വീണു.
മിസ്റ്റർ നീൽസൺ അവരെ രക്ഷിക്കാനായിട്ട്, അതായത് നമ്മുടെ ജാക്ക് സ്ട്രോ, അവരെ രക്ഷിക്കാനായിട്ട് ചാടിയിട്ടുണ്ട്. ഡോക്ടർ ആകെ വെപ്രാളപ്പെട്ട് ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഗർത്തത്തിൽ എൻ്റെ മുകളിലായിട്ട് ആൾക്കാർ കൂടി നിൽക്കുന്നൊരു ഭാഗമെത്തി. അവിടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഡോക്ടർ മുന്നോട്ട് നടന്നു. അതിൻ്റെ എഡ്ജിൽ ചെന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കുട്ടിയുടെ കോളർ ബോൺ ഓൾറെഡി ബ്രോക്കണാണ്, ബാൻഡേജിൽ കിടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജാക്ക് സ്ട്രോ ആ ഗർത്തത്തിനും അപ്പുറത്തുള്ള മഞ്ഞിൻ്റെ ഭാഗത്തിനിടയിൽ ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു പാലം പോലെ ഒരു ഭാഗം ഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന ഒരു ഭാഗം. അവിടെയാണ് ഇവർ നിൽക്കുന്നത്. ഡോക്ടർ വിളിച്ച് ചോദിച്ചു, ജാക്ക് സ്ട്രോ, തനിക്ക് വല്ലതും പറ്റുക? എൻ്റെ വലത്തെ കൈ പോയി എന്നാണ് തോന്നുന്നത്. അസഹനീയമായ വേദന, എനിക്ക് കൈ അനക്കാൻ വയ്യ. ഡോക്ടർ ഞെട്ടി. ഈ ഒരവസ്ഥയിൽ ജാക്ക് സ്ട്രോണ് അദ്ദേഹത്തിൻ്റെ ആകെ ഒരു ബലം. ഇപ്പോൾ ജാക്ക് സ്ട്രോ ഇങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, ഇനിയിപ്പോൾ എങ്ങനെയും ഇവരെ രക്ഷിക്കണം. അതിന് എന്താണ് വഴി? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, എല്ലാം പെട്ടെന്ന് വേണം. ഡോക്ടർ ഓടി ട്രാക്ടർ സ്ലെഡ് ചെന്നു. അതിൽ ഏകദേശം ഒരു 2.5 മീറ്റർ നീളത്തിലുള്ള ഒരു തടിയുണ്ട്, 2-3 തടി കഷ്ണങ്ങളുണ്ട്. 2.5 മീറ്റർ നീളവും ഏകദേശം 3 ഇഞ്ച് കനവുമുള്ള 2 തടി കഷ്ണങ്ങൾ. അതിലൊന്ന് ഡോക്ടറും ഒന്ന് സാഗറോയും എടുത്തുകൊണ്ട് വന്നു. ഈ ഗർത്തത്തിന് കുറുകയായിട്ടിട്ടു. എന്നിട്ട് ആ കുറുക ഇട്ടിരിക്കുന്ന തടിയിൽ കയറ് കെട്ടി ഡോക്ടർ താഴേക്കിറങ്ങി. കയറിൻ്റെ ഒരറ്റം ഹെലീൻ്റെ ഹിപ്പിൽ കെട്ടി. അങ്ങനെ ഹെലീനെ മുകളിൽ നിന്ന് ആൾക്കാർ വലിച്ചു പൊക്കി. അത് വളരെ പെട്ടെന്നായിരുന്നു വലിച്ചു പൊക്കുന്നത്. അങ്ങനെ ഹെലീൻ മുകളിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആ മഞ്ഞ പാലം മൊത്തം അടർന്നു വീഴാൻ തുടങ്ങി. ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ അരയിൽ കയറുണ്ട്, ജാക്ക് സ്ട്രോയെ ചുറ്റി പിടിച്ചുകൊണ്ട് അവിടെ നിന്നെടുത്ത് ആ മഞ്ഞിൻ്റെ ഗർത്തത്തിന് താഴെയുള്ള ഭിത്തിയിലേക്ക് എടുത്ത് ചാടി. അവിടെ ചെറിയൊരു സ്റ്റെപ്പ് പോലൊരു ഭാഗമുണ്ട്, അവിടെ രണ്ടാളും കൂടി നിൽപ്പായി. ഈ സമയത്താണ് മോളിൽ നിന്ന് ഹെലീൻ്റെ ദയനീയമായൊരു കരച്ചിൽ. അത് വേറൊന്നുമല്ല, പിടിച്ച് പൊക്കി ആരോ അവരുടെ കോളർ ബോണിൽ പിടിച്ച് കാണും, ബാൻഡേജ് ചെയ്തിട്ടിരിക്കുന്ന കോളർ ബോണിൽ കയറി പിടിച്ച് കാണും. എന്തായാലും ആ കരച്ചിലായിട്ട് ഡോക്ടർ ഒന്ന് മുകളിലേക്ക് നോക്കിയ ഡോക്ടർ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം മുകളിൽ ഡോക്ടറുടെ പിസ്റ്റളും പിടിച്ചുകൊണ്ട് നമ്മുടെ കൊറാസിനി അവരുടെ നേരെ എയിം ചെയ്യുന്നു. അപ്പോഴാണ് ഡോക്ടർ ആലോചിച്ചത്, തിരക്കിട്ടിറങ്ങി ഓടിയപ്പോൾ ഡ്രൈവർ ക്യാബിനിലിരുന്ന അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ, കേണൽ ഹാസിൻ്റെ ദേഹത്ത് നീട്ടിയ പിസ്റ്റൾ എടുത്തിരുന്നില്ല, അതവിടെയായിരുന്നു. അതിതാ കൊറാസിനി കൈക്കലാക്കിയിരിക്കുന്നു. ചുറ്റും വന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹം റിവോൾവർ ചൂണ്ടി പുറകോട്ട് നീക്കുന്നു. എന്നിട്ട് ഡോക്ടറുടെയും ജാക്ക് സ്ട്രോയുടെയും നേരെ എയിം ചെയ്യണം. ഡോക്ടർ ആലോചിച്ചു, ഇനി എന്താണ് മാർഗം? അവിടെ നിന്ന് ജാക്ക് സ്ട്രോയുടെ ഷോൾഡറിൽ അദ്ദേഹത്തിൻ്റെ റൈഫിൾ കിടപ്പുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ നിന്ന് ഊരി തിരിച്ച് എയിം ചെയ്യാനൊന്നും സമയമില്ല. അതിനകം അവിടെ നിന്ന് കൊറാസിനെ ഷൂട്ട് ചെയ്ത് വഴി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർ ഒരു നിമിഷം അങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ നമ്മുടെ റവറൻഡ് സ്മോൾവുഡ്, നമ്മുടെ പള്ളിയിലച്ചൻ, ഇദ്ദേഹത്തിനോട് എന്തോ ഉപദേശിക്കാനായിട്ട് ചെന്നു. പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുന്ന പോലുള്ള ഒരു ഉപദേശമായിരുന്നു. അയാൾ റിവോൾവർ ഇടത്തെ കൈയിലേക്ക് മാറ്റി പിടിച്ചു. വലത്തെ കൈ കൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊരട്ടിയും കൊണ്ട് കൊടുത്തു. അച്ഛൻ ആ മഞ്ഞിൽ മലന്നടിച്ച് വീഴുന്ന ശബ്ദം താഴെ ഡോക്ടർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റി. വീണ്ടും ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഡോക്ടർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്കൊരു കയറ് വന്ന് വീഴുന്നു. നോക്കിയപ്പം വീണ്ടും അദ്ദേഹം ഞെട്ടി. നമ്മുടെ കൊറാസിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ, രണ്ടാളും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? അങ്ങ് കയറി വരുന്നില്ലേ? അപ്പോഴാണ്
ഡോക്ടർക്ക് മനസ്സിലായത് ഖൊറാസിന് ചുമ്മാ ഒരു ചെറിയൊരു ജോക്ക് കാണിച്ചതാണ്. ആക്ച്വലി അദ്ദേഹത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ ആ കയറ് ജാക്സ്ട്രോയുടെ ഹിപ്പിൽ ബന്ധിപ്പിച്ചു. ജാക്സ്ട്രോയെ അവർ വലിച്ച് മുകളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞ് ഡോക്ടർക്ക് ഓൾറെഡി കയറ് ഹിപ്പിലുണ്ട്, ഡോക്ടറെ അവർ വലിച്ച് മുകളിലേക്ക് കയറ്റി. അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് ഈ വലിച്ച് മുകളിലേക്ക് കയറ്റൽ എങ്ങനെ നടന്നു എന്നവർക്ക് മനസ്സിലായത്. അത് മിസ്റ്റർ മാളറുടെ ഒരു ബുദ്ധിയായിരുന്നു. ആ മഞ്ഞിൽ ഇവർക്ക് നിന്നും വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ മഞ്ഞ് പെട്ടെന്ന് സ്ലിപ്പായി പോകുമല്ലോ. ആ ഒരു അവസ്ഥയിൽ മാളർ ചെയ്ത പണി ആ കയറിൻ്റെ ഒരറ്റം ആ ഡോഗ് സ്ലെഡ്ജിൽ ബന്ധിപ്പിക്കുക. ഡോഗ് സ്ലെഡ്ജിൽ പറ്റാവുന്നത്ര ആൾക്കാരെ ഇരുത്തി, അങ്ങനെ അതിൻ്റെ വെയിറ്റ് മാക്സിമം കൂട്ടിയതിന് ശേഷം ആ ഡോഗ് സ്ലെഡ്ജ് നായ്ക്കളെ കൊണ്ട് വലിപ്പിച്ചാണ് ഇവരെത്ര പെട്ടെന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റുക. മനുഷ്യർ വലിച്ചിരുന്നെങ്കിൽ അത്ര പെട്ടെന്ന് കയറില്ല, കാരണം മനുഷ്യർക്ക് അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥലമില്ല, ഒരു സാഹചര്യമില്ല, സർഫസ് ഇല്ല. ആ ഒരു അവസ്ഥയിൽ മാളറുടെ ആ ബുദ്ധി കൊണ്ടാണ് ഇവരെത്ര പെട്ടെന്ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. മുകളിലെത്തിയ ഡോക്ടർ ആദ്യമായിട്ട് ചെയ്തത് ജാക്സ്ട്രോയുടെ കൈ പരിശോധിച്ചു. സമാധാനം. വിചാരിച്ച പോലെ ഫ്രാക്ചർ ആയിട്ടില്ല, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ മാത്രം. അത് ഡോക്ടർ കൈ കൊണ്ട് പിടിച്ച് ഷോൾഡർ സോക്കറ്റിലേക്ക് ശരിയാക്കിയിട്ടു. അതുവരെ വലിയ ഭാവഭേദമൊന്നുമില്ലാതെ നിൽക്കുന്ന ജാക്സ്ട്രോ പെട്ടെന്നൊന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അത്രയും നേരം അതികഠിനമായ വേദന സഹിച്ചുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭാവവ്യത്യാസമില്ലാതെ അദ്ദേഹം നിന്നിരുന്നത്. വീണ്ടും അവർ കുറച്ച് നേരം അവിടെ നിന്നു. ആ അമ്പലപ്പൊക്കെ ഒന്ന് മാറി. അതിനിടയിൽ നമ്മുടെ പള്ളിയിലച്ഛൻ മുഖമെല്ലാം നല്ലൊരു വീക്കമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഖൊറാസിനെ അടുത്ത് ചെന്ന് സോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പെട്ടെന്നങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ശരി എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. അത്ര നേരം ലഞ്ച് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വണ്ടി എടുത്തതാണ്. അങ്ങനെ അദ്ദേഹം നമ്മുടെ മിസ് റോസിനോട് പറഞ്ഞു, മാർഗരറ്റ്, ആദ്യമായിട്ടാണ് ഡോക്ടർ അവരെ ഫസ്റ്റ് നെയിം വിളിക്കുന്നത്. അത് രണ്ടാളും ഏകദേശം തുല്യ ദുഃഖത്തിലാണ്. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു അടുപ്പം ഫോം ചെയ്തിട്ടുണ്ട്. ഒരാൾ വിവാഹം കഴിക്കാനിരുന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഡോക്ടറാണെങ്കിൽ ഏകദേശം ആ രീതിയിലൊക്കെയുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതായത് ഡോക്ടർ വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ആകെ കുറച്ചു കാലം ഡിപ്രസ്ഡായിരുന്നു. പിന്നീട് അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസ് നിർത്തി. അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു ജിയോളജി. അങ്ങനെ വീണ്ടും ജിയോളജി പഠിച്ചു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാലും അവർക്കിടയിൽ ഒരു റൊമാൻസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം പറഞ്ഞു, ഒരു ടിന്ന് ബീഫ് എടുത്ത് ചൂടാക്ക്, നല്ല തണുപ്പും എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടതുമല്ലേ, ഇത്രയും നടന്നൊക്കെ വന്നതല്ലേ. അകത്തേക്ക് പോയ മിസ് റോസ് 1 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞു, ഡോക്ടർ, ആ ബീഫ് അവിടെ കാണാനില്ല. ബീഫ് കാണാനില്ലേ? അതെന്താ? ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ? നോക്കി കാണാനില്ല. പിന്നെ ഡോക്ടറും ജാക്സ്ട്രോയും മാർഗരറ്റ് റോസും എല്ലാവരും കൂടി ചേർന്ന് സെർച്ച് ചെയ്തു. ബീഫില്ല. 3 ടിൻ ബീഫാണ് അവർക്ക് ബാക്കി ഉണ്ടായിരുന്നത്. 3ഉം മിസ്സിങ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരുടെയും ബാഗുകൾ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ജാക്സ്ട്രോ ഒരു കാര്യം ചെയ്യും, റൈഫിൾ എടുത്ത് സാഗറോടെ ബാക്കിലേക്ക് ഉന്നം പിടിച്ചു. കാരണം ഡോക്ടർക്ക് ഇപ്പോൾ ഏറ്റവും സംശയം സാഗറോ ലെവിനെയാണ്. ഒപ്പം സംശയം ഇങ്ങനെ കൂടി വന്നു. ഡോക്ടർ ഹെലീനെ വിളിച്ചു. ഹെലീൻ, നീ എങ്ങനെ താഴേക്ക് വീണത്? നിന്നെ ആരെങ്കിലും തള്ളിയിട്ടാണോ? അപ്പോൾ ഹെലീൻ പറഞ്ഞു, എനിക്കും അങ്ങനെ സംശയമുണ്ട്. ആരോ പുറകുന്ന് എന്നെ തള്ളിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ സോളി ലെവിൻ പറഞ്ഞു, മനഃപൂർവ്വം തള്ളിയല്ല, ഞാനൊന്ന് സ്ലിപ്പായപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഞാൻ തട്ടി, അങ്ങനെയാണ് ആ കുട്ടി വീണത്. അപ്പോൾ
സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഒരാളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു സോളി ലെവിൻ, ബീഫ് കാണാനില്ല. അങ്ങനെ അവരുടെ ബാഗ് ഡോക്ടർ എടുപ്പിച്ചു. അത് തുറക്കാൻ സാഗറോട് ആവശ്യപ്പെട്ടു. സാഗർ പോക്കറ്റിലൊക്കെ തപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ താക്കോലില്ല. താക്കോലില്ലേ? അങ്ങനെ ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ. മിസ്റ്റർ സ്മോൾവുഡ്, ഇദ്ദേഹത്തിൻ്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ സ്മോൾവുഡ് പറഞ്ഞു, ഞാൻ എനിക്ക് വയ്യ, ഒന്നാമത് ഇപ്പോൾ വയ്യ, അടിയും കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ശരി കൊറാസിനി, ഇയാളുടെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യും. കൊറാസിനി വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വന്നു. മറ്റേ സാഗറുടെ ബോഡി എല്ലാ പോക്കറ്റുകളും ഒക്കെ ചെക്ക് ചെയ്തു. താക്കോൽ കിട്ടിയില്ല. ശരി, എന്നാൽ മിസ്റ്റർ ലെവിനെ ചെക്ക് ചെയ്യൂ. അങ്ങനെ കൊറാസിനി തന്നെ ലെവിനെ ചെക്ക് ചെയ്തു. ലെവിൻ്റെ പോക്കറ്റിൽ കൈയിട്ടതും ലെവിൻ പറഞ്ഞു, എൻ്റെ പോക്കറ്റിൽ താക്കോലില്ല, അത് കൊറാസിനി ഇതാ കൊണ്ടുവന്ന് ഇടുകയാണ്. ആരും വിശ്വസിച്ചില്ല. താക്കോല് ലെവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പോലെ എന്തായാലും കൊറാസിനി എടുത്തു. സത്യം എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ലെവിൻ പറഞ്ഞതാണോ കള്ളം, അതോ കൊറാസിനി കള്ളത്തരം ചെയ്തോ ഒന്നും ഇപ്പം നമുക്കറിയില്ല. എനിഹൗ സാഗറോടെ ബാഗ് തുറന്നു. അതിൻ്റെ അകത്ത് ആ 3 ടിൻ ബീഫും ഉണ്ടായിരുന്നു. സാഗറോ പറഞ്ഞു, ഡോക്ടർ, ഞാൻ അത്ര വിഡ്ഢിയല്ല. അഥവാ ഞാൻ ബീഫ് മോഷ്ടിച്ചെങ്കിൽ അത് എൻ്റെ ബാഗിൽ തന്നെ കൊണ്ട് ഇത്ര ഓപ്പണായിട്ട് ഞാൻ വയ്ക്കുമോ? ഡോക്ടർ പറഞ്ഞു, പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുക. എന്തായാലും ഈ നിമിഷം തൊട്ട് ഞങ്ങളുടെ ടെൻഷൻ തീർന്നു. കുറ്റവാളികളെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. സാഗറോ പറഞ്ഞു, ആദ്യമായിട്ട് കാണുമ്പോൾ തൊട്ട് കാണിക്കുന്നത് മുഴുവൻ മണ്ടത്തരമാണ് നിങ്ങൾ. അതിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ലെവിനും അല്ല കുറ്റവാളികൾ. ഡോക്ടർ ഷാപ്പ്, മിണ്ടരുത്. ഇപ്പം തൊട്ട് അങ്ങോട്ട് നിങ്ങളുടെ യാത്ര ഫ്രീ ആയിട്ടായിരിക്കില്ല. 2 പേരുടെയും കാല് ഞങ്ങൾ കെട്ടിയിടും. എന്നിട്ട് ഞാനോ ജാക്ക് സ്ട്രോയോ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഒരു ഗണ്ണുമായിട്ടുണ്ടാവും. ആ രീതിയിലായിരിക്കും ഇനി നിങ്ങളുടെ യാത്ര. അങ്ങനെ 2 പേരുടെയും കാല് കെട്ടി ട്രാക്ടർ സ്റ്റഡിൽ ആ ലോഡിൻ്റെ കൂടെ അവരെയും അവിടെ ഇരുത്തി. ട്രാക്ടർ ക്യാബിൻ്റെ ഏറ്റവും ബാക്ക് ഡോറിൽ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റിവോൾവറുമായിട്ട് ഇരിപ്പായി. ആ രീതിയിൽ അവരവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. രാത്രി 8 മണി സമയത്ത് വണ്ടി ഹോൾട്ട് ചെയ്തു. അദ്ദേഹം ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിനെ കോൺടാക്ട് ചെയ്തു. ഒപ്പം ബേസ് ക്യാമ്പിലേക്കും ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷേ കിട്ടിയില്ല. അത്രയ്ക്ക് റേഞ്ച് ആ റേഡിയോയ്ക്ക് ഇല്ല. എന്തായാലും ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റുമായിട്ട് സംസാരിച്ചു. ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് പറഞ്ഞു, നമ്മുടെ പാസഞ്ചർ ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻസുലിൻ നമുക്ക് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു മോഡേൺ ട്രാക്ടർ ഒരു വിമാനവാഹിനി കപ്പലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലാൻഡ് ചെയ്താൽ ഉടനെ, കപ്പലിൽ നിന്ന് ഇറക്കിയാൽ ഉടനെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. പിന്നെ നിങ്ങൾക്ക് കുറേ കൂടി സൗകര്യമായിട്ട് പോകാം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ശരി, അവിടുത്തെ കാര്യം എന്തായി? പെട്രോളിൻ്റെ അവസ്ഥ എന്താ? പെട്രോളിൻ്റെ കാര്യമാണ് ഡോക്ടർ പ്രശ്നം. ഇത് നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് പെട്രോൾ വേപ്പറൈസായി വരുന്നില്ല. ഒരുപാട് സമയമെടുക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഏകദേശം 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ പെട്രോളാണ്. അത് നമ്മുടെ സ്നോക്കാറ്റ് എന്ന് വെച്ചാൽ കുറേ കൂടി വലിയ ട്രാക്ടറാണ്, പവർഫുൾ എഞ്ചിനാണ്. അതിലൊഴിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം 1.5 കിലോമീറ്റർ ഓടും. അപ്പോഴേക്കും തീർന്നു, പെട്രോൾ തീർന്നു. വീണ്ടും ഇത് ചൂടായിട്ടൊക്കെ വന്നിട്ട് വേണം. പെട്ടെന്നാണ് ഡോക്ടർ ആലോചിച്ചത്, അടുത്ത മണ്ടത്തരത്തെക്കുറിച്ച് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഒരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് മാളർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഡോക്ടർ വേഗം ഓടിച്ചെന്ന്, 1 മിനിറ്റ് ക്യാപ്റ്റൻ, ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഞാൻ ഇപ്പോൾ വീണ്ടും സംസാരിക്കാം എന്ന് പറഞ്ഞ് ഓടി മാളറുടെ അടുത്തെത്തി. മാളറെ വിളിച്ചു. എന്തായാലും മാളർ ആ നേരത്ത് വലിയ ക്ഷീണമില്ല, അബോധാവസ്ഥയിലല്ല. അതുകൊണ്ട് അദ്ദേഹം എണീറ്റു. താങ്കൾ ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. എന്തായിട്ട്? ചീഫ് കെമിസ്റ്റ്. ആവും, സമാധാനമായി. കാരണം കമ്പനിയിൽ വല്ല ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ മറ്റേ ടെക്നിക്കൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ശരി, ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ അവസ്ഥ ഇതാണ്. പെട്രോളിൽ ഷുഗറാണ്,
അത് ഈ രീതിയിൽ അവർ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ സ്ലോ ആണ്. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? മാളർ ആ ക്യാപ്റ്റൻ്റെ മെത്തേഡ് കേട്ട് ഞെട്ടി. മാളർ ചോദിച്ചു, അയാളെന്താ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ആ രീതിയിൽ പെട്രോൾ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും അപകടമാണ്. ആ പാത്രത്തിലെങ്ങാനും ഒരു ചെറിയ വീക്ക് പോയിൻ്റ്, ഒരു സ്പാർക്ക് മതി, അവിടെ പിന്നെ ഹൈ എക്സ്പ്ലോഷനാണ്, ഒന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ എന്താ മിസ്റ്റർ ഒരു വഴി നമുക്ക് നിങ്ങളുടെ ഈ പെട്രോൾ ക്യാന് എത്ര ലിറ്ററിൻ്റെ? ഏകദേശം 45 ലിറ്റർ. അതിനൊരു 10 ലിറ്റർ പെട്രോൾ മാറ്റുക, അത്രയും വെള്ളം അതിലൊഴിക്കുക, എന്നിട്ട് നല്ലപോലെ ഇളക്കുക, കുറച്ച് നേരം അത് അനങ്ങാതെ വയ്ക്കുക. ഇനി ഏറ്റവും മുകളിലുള്ള ഒരു 7 ലിറ്റർ നമുക്കൊരു ട്യൂബ് വഴി ഊറ്റിയെടുക്കാം. അത് പ്യുവർ പെട്രോളായിരിക്കും. ഡോക്ടർ ചോദിച്ചു, ഇത്ര സിമ്പിളായിട്ടോ? അതെ, കാരണം പെട്രോളിൽ ഷുഗർ നേരിട്ട് അലിയില്ല. പെട്രോളിൽ ചെറിയ വെള്ളത്തുള്ളികളുണ്ട്. ഈ വെള്ളത്തുള്ളികളിലാണ് ഷുഗർ അലിഞ്ഞുന്നത്. അത് വളരെ ചെറിയ വെള്ളത്തുള്ളികളായതുകൊണ്ട് പെട്രോളിൽ മൊത്തം വ്യാപിച്ച് കിടക്കും. കൂടുതൽ വെള്ളം അകത്ത് ചെല്ലുമ്പോൾ ആ വാട്ടർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യും. അതിന് പെട്രോളിനേക്കാൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് അടിയിലടിയും. മുകളിൽ ഉള്ള അത്രയും ഭാഗം നല്ല പെട്രോളായിരിക്കും. വെള്ളവും കുറച്ച് പെട്രോൾ ഏറ്റവും അടിയിലുണ്ടാവും, അത് കളയുക. അപ്പോൾ പിന്നെ ഡോക്ടർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ? അല്ല, നമ്മുടെ അടുത്ത് ആവശ്യത്തിൽ കൂടുതൽ പെട്രോളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പെട്രോൾ എടുത്ത് വഴിയിൽ വെച്ചില്ല? അവർക്ക് വരുന്ന വഴിക്ക് എടുക്കാമായിരുന്നല്ല? ഡോക്ടർ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് എന്താണെന്നറിയോ മിസ്റ്റർ? അദ്ദേഹം എങ്ങനെ നോക്കി. അതായത് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ലോകത്തിലെ നമ്പർ 1 വിഡ്ഢിയാണ് ഈ ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നത്. എന്തായാലും അദ്ദേഹം ഓടി മറ്റേ റേഡിയോ സെറ്റിൻ്റെ മൈക്രോഫോണിൻ്റെ അടുത്തെത്തി. ഇപ്പം പിന്നെ പഴയ പോലല്ല, കുറ്റവാളികളെ പിടിച്ചല്ലോ. അതുകൊണ്ട് സംസാരമൊക്കെ ട്രാക്ടറിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ്, അല്ലാതെ ദൂരം 100 മീറ്റർ അപ്പുറത്തോട്ട് പോകുന്ന ഇടപാടൊക്കെ നിർത്തി.